നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ആൻറ്റിക് ബോക്സാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ അളവിൽ ഞാൻ കുറച്ച് കാർഡ്ബോർഡ് പീസസ് ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ കാർഡ്ബോർഡ് പീസിൻ്റെ വിഡ്ത്ത് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ ഈ ഒരു അളവിന് ഈക്വലായിട്ടാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു ഫെവിക്കോൾ വാട്ടർ പേസ്റ്റാണ്. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ വാട്ടർ എടുക്കുകയാണെങ്കിൽ 2 സ്പൂൺ ഫെവിക്കോൾ, ആ ഒരു രീതിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ടിഷ്യൂ പേപ്പർ ഈ കാർഡ്ബോർഡിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഏറ്റവും നല്ലത് മുഴുവനായി ഒട്ടിക്കുകയാണ്. എൻ്റെ കയ്യിൽ അത്രയും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് സൈഡിൽ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. ഇപ്പോൾ ടിഷ്യൂ പേപ്പർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ന്യൂസ് പേപ്പർ അത് വെച്ച് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മുഴുവനായിട്ടും എല്ലാ സൈഡും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഉണങ്ങാൻ വേണ്ടി വെക്കണം. ഇനി ബോക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ആ ചതുരത്തിൻ്റെ 11 സെൻറ്റിമീറ്റർ വരുന്ന ആ ഭാഗമില്ലേ, അവിടെ ഇതേപോലെ ചെറിയ കഷ്ണങ്ങൾ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ 2 സൈഡിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തത് 10 സെൻറ്റിമീറ്റർ, അതിൻ്റെ അവിടെ ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 2 സൈഡിലും ഇതേപോലെ ഓരോ പീസ് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതുപോലത്തെ 2 ലെയറാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അടുത്ത ലെയർ ഒട്ടിച്ചെടുക്കുക. ഗൺ സ്റ്റിക്ക് കുറവായ കാരണം ഞാൻ അടുത്ത ലെയർ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. ഇതും വെച്ചിട്ടും ഒട്ടിക്കാം കേട്ടോ. ഇപ്പോൾ ബോക്സിൻ്റെ താഴത്തെ പീസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബോക്സിന് ഒരു അടപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 11 സെൻറ്റിമീറ്റർ ആ ഭാഗത്ത് ഇതേപോലെ ഓരോ പീസ് വെച്ചിട്ട് ഈ താഴത്തെ ബോക്സിൻ്റെ അതേ അളവിൽ തന്നെ മുകളിൽ ഒട്ടിച്ചെടുക്കുക. ഈ 11 സെൻറ്റിമീറ്ററും 10 സെൻറ്റിമീറ്ററും ആ ചതുരത്തിൻ്റെ സൈഡിലൊന്ന് എഴുതിയിടുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി ടോപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ പീസ് എടുത്തിട്ട് 10 സെൻറ്റിമീറ്റർ ഡയറക്ഷനിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇത് ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് കവർ ചെയ്തത്. ടിഷ്യൂ പേപ്പർ കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ആദ്യം പശ തേച്ച് ചുമ്മാ ന്യൂസ് പേപ്പർ അതിന് മുകളിൽ അങ്ങനെ ഒട്ടിച്ച് പോവുക ചെയ്ത്. ഇനി ആവശ്യമുള്ളത് ഇതേപോലെ കുറച്ച് കനമുള്ള 2 പേപ്പർ കഷ്ണങ്ങളാണ്. ബോക്സ് എങ്ങനെയാണോ തുറക്കേണ്ടത് ആ ഒരു രീതിക്ക് വെച്ചിട്ട് ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇതേപോലെ അളന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. നല്ലപോലെ പശ തേച്ചിട്ട് ബോക്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തുനിന്ന് ബാക്കിലോട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ ആ സെപ്പറേഷൻ്റെ ഭാഗത്തായി കൈ വെച്ചിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കണം. നമുക്കിതിങ്ങനെ തുറക്കാനും അടയ്ക്കാനും പറ്റുന്ന ആ ഒരു പാകത്തിലെത്തും. ബോക്സിൻ്റെ ഫ്രണ്ടിലും മറ്റേ പീസിന് നേരെ വെച്ചിട്ട് ഈ 2 കഷ്ണങ്ങളും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. കറിയിലിടുന്ന പരിപ്പാണ്. നമ്മുടെ കയ്യിൽ മുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലെങ്കിൽ മാത്രം ഇതേപോലത്തെ ചെറിയ പരിപ്പ് എടുത്തിട്ട് ഈ ബോക്സിന് ചുറ്റുമായി ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ബ്ലാക്ക് ആക്രിലിക് കളറും ഈ ഒരു ബ്രഷും യൂസ് ചെയ്തിട്ട് ബോക്സ് മുഴുവനായിട്ട് ബോക്സിൻ്റെ അകത്തും ബോക്സിൻ്റെ പുറത്തും എല്ലാം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മൊത്തത്തിൽ ഇതേപോലെ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബോക്സിന് ഒരു ആൻറ്റിക് ലുക്ക് കൊടുക്കാൻ വേണ്ടി ആക്രിലിക്കിൻ്റെ ഗോൾഡ് മെറ്റാലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്.
അപ്പോൾ നമ്മൾ അടിച്ചിട്ടുള്ള ആ ബ്ലാക്ക് കളർ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം വേണം ഈ മെറ്റാലിക് കളർ അപ്ലൈ ചെയ്യാൻ. ഈ ഗോൾഡ് പെയിൻറ്റ് നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെറുതായി ഇതിന് മുകളിൽ ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ബോക്സിൻ്റെ പുറത്തുള്ള എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ ഗോൾഡൻ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ കേട് വന്ന ഒരു വാച്ച് ഡയൽ ഇരിപ്പുണ്ട്. അത് കാണാൻ ഒരു ആൻറ്റീക്ക് ലുക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ബോക്സിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന്. ഇനിയിപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കാത്ത ചെറിയ ചാവിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സിൻ്റെ എന്തെങ്കിലും ചെറിയ പീസോ അതൊക്കെ ഒട്ടിച്ചു കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഈ ആൻറ്റീക്ക് ബോക്സ് നമുക്കൊരു ഷോ പീസായിട്ട് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജ്വല്ലറി ഐറ്റംസൊക്കെ ഇതിലിട്ട് വെക്കാം. ഈ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.